കൊല്ലം പുനലൂരിൽ ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിൽ കോടതി വെറുതെ വിട്ട ഭാര്യ മരിച്ചു. കുന്നിക്കോട് സ്വദേശി വസന്തമ്മാളാണ് മരിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് മരണം. 2017 ഭർത്താവിനെ കഴുത്തു ഞെരിച്ചു കൊന്ന കേസിൽ ഇന്നാണ് വസന്തമ്മാളിനെ കോടതി വെറുതെ വിട്ടത്. വിവരങ്ങളുമായി ഷമീർ അബ്ദുള്ളാണ് ചെയ്യുന്നത്. ഷമീർ, കോടതി വെറുതെ വിട്ടു, പക്ഷേ അപ്പോഴും ആ സന്തോഷം അംഗീകരിക്കാനാവാതെയാണ് വസന്തമ്മാൾ വിടവാങ്ങിയത്. തീർച്ചയായിട്ടും ആ വിധികൾ കേട്ട ശേഷമാണ് വസന്തമ്മാൾ മരണപ്പെടുന്നത്. അതായത് നീണ്ട നിയമ പോരാട്ടം, തന്റെ ഭർത്താവിന്റെ മരണം അത് സ്വാഭാവികമായി ഭർത്താവ് ആത്മഹത്യ ചെയ്തതാണ് എന്ന് കോടതിക്ക് മുമ്പിൽ ബോധിപ്പിക്കാൻ വസന്തമ്മാളിന് കഴിഞ്ഞു എന്ന് വേണം പറയാൻ. അതേ ദിവസം ആ വിധി വസന്തമ്മാൾ അറിയുകയും ചെയ്തു. ഇതിനുശേഷം വസന്തമ്മാൾ ഇന്ന് വൈകിട്ടോടുകൂടി മരണപ്പെടുകയും ചെയ്തു. അതായത് നീണ്ടകാലം ആ ഭർത്താവിനെ കൊന്നയാള് എന്ന പേര് വസന്തമ്മാളിനെ പിടികൂടിയിരുന്നു. അങ്ങനെ അവർ നിയമ പോരാട്ടം നടത്തി. ഇത്രയും കാലം നിയമ പോരാട്ടത്തിനൊടുവിൽ അവർക്ക് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അവരെ ബാധിച്ചിരുന്നു. തുടർന്ന് ചികിത്സയിലിരിക്കുമ്പോഴും ഈ കേസ് നടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. ഇന്നാണ് ആ കേസിന്റെ അന്തിമ വിധി വരികയും ആ വിധി കേട്ട ശേഷം ഇന്ന് വൈകിട്ടോടുകൂടി അവർ മരണപ്പെടുകയും ചെയ്തു. അത്യന്തം ദുഃഖകരമായ ഒരു സംഭവം കൂടിയാണ്. എന്തായാലും നിരപരാധി എന്ന പേര് കേട്ടുകൊണ്ടാണ് അവർ മരണപ്പെടുന്നത്. അഞ്ജലി.